പട്ടിണി മൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി അനശ്വരയുടെ കുടുംബത്തിന് സഹായ വാഗ്ദാനങ്ങളുമായി നേതാക്കൾ. കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ അനശ്വരയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് ചെറുതനയിലെ CPM ഓഫീസ് വളപ്പിലാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നേതാക്കളെ സമീപിച്ചെങ്കിലും ആരും സഹായിച്ചില്ല എന്ന് പട്ടിണി മൂലം ആത്മഹത്യ ചെയ്ത അനശ്വരയുടെ അമ്മ പ്രതികരിച്ചു. അനശ്വര മരിച്ചപ്പോൾ നേതാക്കൾ സഹായ വാഗ്ദാനവുമായി വരികയാണെന്നും അമ്മ പറഞ്ഞു. വിശദാംശങ്ങളുമായി എൻ്റെ കുഞ്ഞിന് സ്വന്തമായിട്ട് വീടില്ല, അച്ഛനും വയ്യ, അമ്മയ്ക്കും വയ്യ, പിന്നെ പഠിക്കാൻ മാർഗമില്ല. എൻ്റെ കുഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും മരിച്ചു കഴിയുമ്പോൾ അനാഥാലയത്തിൽ പോകണോ, അതൊക്കെ കുഞ്ഞിന് ഭയങ്കര വിഷമമായിരുന്നു. ആരും ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എല്ലാവരും ആ ബന്ധുക്കൾ പോലും ഞങ്ങളോട് ഒരു സഹായത്തിനും വരുന്നില്ലായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് സഹായം കിട്ടിയില്ലെങ്കിലും ആരെങ്കിലും ഞങ്ങൾക്കൊന്ന് വിഷമഘട്ടത്തിലൊന്ന് വരുമെങ്കിലും ചെയ്യുവാണ് അത്രയും ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ പോലും ഇല്ലാത്ത കുഞ്ഞിന് ഭയങ്കര വിഷമമായിരുന്നു. ബന്ധുക്കളുടെ ഒന്നും വീടുകളിൽ പോകാൻ പറ്റുന്നില്ല, ആരുമില്ല, സ്വന്തമായിട്ട് ആരുമില്ല, സ്വന്തമായിട്ട് വീട്ടിൽ എല്ലാവർക്കും വിഷമമായിരുന്നു. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോൾ സ്വന്തമായിട്ടൊരു മുറി എനിക്ക് വേണം. അതായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഞങ്ങൾ ഒരുപാട് സഹായത്തിന് ചെയ്തു. എൻ്റെ ചേട്ടൻ്റെ ഈ ചികിത്സയ്ക്ക് വേണ്ടി പിന്നെ പോകാത്ത വഴികളൊന്നുമില്ല. പിന്നെ എല്ലാവരും പല പല രേഖകൾ വേണം. ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കാരണം ആരും ഒരു സഹായവും ചെയ്യത്തില്ലായിരുന്നു. എല്ലാം തരാം, ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാമെന്നുള്ള ആ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നുമില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഈ കുഞ്ഞിപ്പം എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞങ്ങൾക്ക് സഹായം ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം എൻ്റെ മോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ പോയത്. ഇനിയിപ്പം എൻ്റെ കുഞ്ഞു പോയിട്ട് എനിക്ക് എന്ത് സഹായം കിട്ടിയിട്ടും എൻ്റെ കുഞ്ഞിനെ എനിക്കിനി തിരിച്ചു കിട്ടത്തില്ലല്ലോ. എന്തോ ഉണ്ടെങ്കിലും എന്നോട് പറയും. കൂട്ടുകാരെ പോലായിരുന്നു എൻ്റെ മോള്. എല്ലാ കാര്യങ്ങളും പറയും. കഴിഞ്ഞ ദിവസം രാവിലെ ബുക്കും തുറന്ന് വെച്ചോണ്ട് അമ്മേ, പിന്നെ ക്രമിസിന്റെ പരീക്ഷ ഞാൻ എല്ലാം പഠിച്ചമ്മേ. സംഭവം ഇത്രയും സഹായം ആവശ്യപ്പെട്ട വിവിധ അധികാരികളെ സമീപിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ചെറുതന പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി നമ്മളോട് കൂടെ ചേരുന്നു. രത്നകുമാരി, താങ്കൾ ഇപ്പോൾ അനശ്വരയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ ഇതിനു മുമ്പും ആ വാക്കുകൾ കേട്ടിരിക്കാം. കാരണം എല്ലാ അധികാരികളുടെ അടുത്തും ഞങ്ങൾ ചെന്നിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇത്തരത്തിലൊരു കുടുംബം ബുദ്ധിമുട്ടിയിരുന്നു എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു? അറിഞ്ഞിരുന്നില്ല. ഇത് പിന്നെ പായിപ്പാട്ടാണ് അവരുടെ വീട്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ മരിച്ചതിന് ശേഷമാണ് അറിയുന്നത്. ഇവർക്ക് റേഷൻ കാർഡോ ഇതുമായിട്ട് ഒരു കാര്യമായിട്ട് സംബന്ധിച്ച് എൻ്റെ അടുക്ക വന്നിട്ടില്ലായിരുന്നു. എന്നെ സമീപിച്ചിട്ടില്ല. താങ്കളെ സമീപിച്ചിട്ടില്ല. താങ്കളുടെ വാക്കുകൾ അമോഘ വിലക്കെടുക്കുന്നു. ഏതെങ്കിലും രീതിയിൽ അധികാരികളെ സമീപിച്ചിരുന്നോ ഇവരെ? അത് എനിക്ക് അറിഞ്ഞുകൂടാ. അധികാരികളെ സമീപിച്ചോന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ അടുക്കൽ പഞ്ചായത്തിൽ വന്നിട്ട് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് ഒരു കാര്യവും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവരിങ്ങനെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വിവരം പോലും അറിയത്തില്ല. അവർക്ക് റേഷൻ കാർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇതൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഈ റേഷൻ കാർഡും ഇതൊന്നും ഇല്ലാത്ത ഒരു വിഭാഗത്തിനെ സഹായിക്കാനായിട്ട് പദ്ധതികൾ വല്ലതും ഉണ്ടോ പഞ്ചായത്തിൻ്റെ? എനിക്ക് അറിയാനായിട്ട് ചോദിക്കുകയാണ്, സർക്കാരിനാണെങ്കിലും. ഇപ്പം ഞാൻ ഇവിടെ KC വേണുഗോപാലുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വീട് ഉൾപ്പെടെ അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പൊ KC ഇവിടെ എന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു. അതായത് കാര്യങ്ങളും മരിച്ചതിന് ശേഷം അറിഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നർത്ഥം അല്ലേ? ഉണ്ട്. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. നമ്മളോട് ആരും ഇതേപ്പറ്റി സൂചിപ്പിച്ചിരുന്നുമില്ല. ഈ ഘട്ടത്തിൽ താങ്കൾ പറയുന്നതിന് ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയും ചെയ്യുന്നു. വിവരം അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞപ്പോൾ ചെയ്യാമെന്നുള്ളത്. ബാക്കി അത് അവരുടെ അമ്മ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഒരുപാട് പേരെ സമീപിച്ചിരുന്നു. അല്ല, ഒരു വിഷയം കൂടെ. ഇന്നലെ ഈ കുട്ടി മരിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഹരിപ്പാട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ 6 മണി വരെ ഇവർക്ക് വേണ്ടിയിട്ട് 3 സെന്റ് സ്ഥലം ഒപ്പിക്കുന്നതിന് വേണ്ടി പല ആൾക്കാരെയും ചെന്ന് കണ്ട്. തീർച്ചയായും ഒരിക്കലും നിങ്ങളുടെ ആരുടെയും ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുക അല്ലെ ഒന്നുമല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നൊരു ദുരന്തം, അത് മാത്രമേ നമ്മൾ എടുത്തു പറയുന്നുള്ളൂ. ശ്രീമതി രത്നകുമാരി, ഇപ്പോൾ അതിന് നിങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്നു. ആ അർത്ഥത്തെ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷെ അറിയാതിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രത്നകുമാരി പറയൂ. അറിയാതിരിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അല്ല ഒരിക്കലും നിങ്ങൾ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുക ഒന്നുമല്ല ചെയ്തത്. അല്ല, നമ്മൾ അറിഞ്ഞിരുന്നില്ല. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഇന്നലെ
6 മണി വരെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരും ഇതിനു വേണ്ടി പുറകെ നടക്കുകയായിരുന്നു. ഇന്നലെ 8 മണി കഴിഞ്ഞ് ഞങ്ങൾ പിരിയുമ്പോഴേ. താങ്കൾ ഒന്ന് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും താങ്കളുടെ ഇടപെടൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വാർഡ് മെമ്പർ ശ്രീജ കൂടി നമ്മളോട് കൂടി ചേരുന്നു. ശ്രീജ, താങ്കളുടെ വാർഡിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നില്ലേ? സാറേ, എന്റെ വാർഡല്ല കേട്ടോ, ഇത് 9ാം വാർഡ്. മെമ്പറിന്റെ പേര് സരിത എന്നാണേ. ഓക്കെ. അപ്പോൾ താങ്കളുടെ വാർഡിന്റെ അടുത്താണോ അത്? അല്ല, ഇത് എന്റെ വാർഡ് ആനാരി വടക്കേക്കര, ഇത് തെക്കേക്കര. താങ്കള് സ്റ്റാൻഡിംഗ് കൗൺസിലല്ലേ ഉള്ളതല്ലേ അവിടുത്തെ? അതെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാ. ഓക്കെ. അറിയുമായിരുന്നോ ഇങ്ങനൊരു സംഭവം? എനിക്ക് ഇവരെ അറിയായിരുന്നു. ഇവര് നേരത്തെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിച്ചോണ്ടിരുന്നു. അന്ന് ഞാൻ മെമ്പർ ഒന്നും അല്ല, നമ്മുടെ അയൽവക്കത്തായിരുന്നു നേരത്തെ വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒരു പരിചയം ഉള്ളായിരുന്നു. അന്നേരം ഒന്നും ഇവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. നമ്മൾ ഇത്രയും അന്വേഷിക്കുന്നുള്ളൂ. അതായത് നമ്മൾ ഇത്രയും പേരെടുത്ത് പരാതിയുമായി ചെന്നിരുന്നു, സഹായം ചോദിച്ചിരുന്നു, നമ്മൾ പറയുകയും ചെയ്യുന്നു. ഇടപെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നൊരു. പക്ഷെ ഞങ്ങളോട് ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ സാറേ, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോഴാണ് ഇതെല്ലാം വെളിയിൽ വരുന്നത്. നമ്മളോടൊന്നും ഇവരിപ്പോ ഇവിടെ തെക്കേക്കര വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു. നേരത്തെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് വശത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു അച്ഛൻ ഓട്ടോ ഓടിക്കുന്നു, അവർ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അസുഖം ഉണ്ടായിരുന്നു, അമ്മയ്ക്കും അച്ഛനും ഒക്കെ അസുഖമായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെ വന്നപ്പോ ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല സഹായങ്ങളൊന്നും. ശ്രീജയാണ് അപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തീർച്ചയായും ഇതിൽ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നടത്തിയ ഇടപെടലിന് അഭിനന്ദിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഈ സമയം നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അറിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയുന്നതിന് ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയും ചെയ്യുന്നു. MS അനീഷ് കുമാർ കൂടി നമ്മളോട് കൂടെ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, അമ്മ പറയുന്നു പരാതിയുമായി പലരെയും സമീപിച്ചിരുന്നു എന്ന്. പക്ഷേ തൊട്ടടുത്തുള്ളവരും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നവരിപ്പോഴാണ് അറിയുന്നതെന്ന്. എന്താണ് ശരി? ബോബി, തീർച്ചയായും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹ്യ വിപത്ത്, അല്ലെങ്കിൽ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകളെ പറ്റി നാട്ടുകാർ അറിയാതിരിക്കുക, ഒപ്പം പ്രാദേശിക സർക്കാരിന്റെ ഭാഗമായ മെമ്പർമാരും പ്രസിഡന്റും ഒരു കുടുംബം ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നു. ഇവർക്ക് അനാരോഗ്യമുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, പട്ടിണി മൂലം പല ദിവസങ്ങളും ആഹാരങ്ങൾ കഴിക്കാതെ ഇരിക്കേണ്ടി വരുന്നു തുടങ്ങിയ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ ഒരു കുടുംബം കടന്നു പോകുമ്പോഴും ഇക്കാര്യങ്ങൾ തൊട്ട അയൽപക്കത്തുള്ളവരോ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരിന്റെ ഭാഗമായ ആളുകളോ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ കണ്ണുതുറപ്പിക്കേണ്ട ഒരു സംഭവം. ഇതാണ് പല ദിവസങ്ങളിലും പട്ടിണി വീട്ടിൽ ഉണ്ടായിരുന്നതായി ഈ അനശ്വരയുടെ അമ്മ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം MLA അടക്കമുള്ളവരുടെ അടുത്ത് വിവിധ ആവശ്യങ്ങൾക്കായി പല ഘട്ടങ്ങളിൽ പോയിരുന്നു എന്ന് അവർ പറയുന്നു. എന്നാൽ MLA വളരെ നല്ല രീതിയിൽ തന്നെ ചാരിറ്റികൾ വഴി സഹായിക്കാമെന്ന് അറിയിച്ച് താഴെ തട്ടിലേക്ക് ഈ നിർദ്ദേശം കൈമാറിയിരുന്നു എന്നും ഈ കുടുംബം പറയുന്നു. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ ഒന്നും ഉണ്ടായില്ല. പലവട്ടം ഇത്തരത്തിലെ പ്രാദേശിക നേതാക്കളുടെ പുറകെ നടന്നു എന്നും ഈ അമ്മ പറയുന്നു. എന്നാൽ ഇതിനൊന്നും പിന്നീടൊരു തുടർച്ച ഉണ്ടായില്ല, സഹായിക്കാൻ ആരും ഉണ്ടായില്ല, ബന്ധുക്കൾ പോലും തങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് ഇവർ പറയുന്നു. നേരത്തെ താമസിച്ചിരുന്ന ആ സ്ഥലത്തുനിന്നും ഇവിടേക്ക് എത്തിയപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ചില തർക്കങ്ങൾ ഉണ്ടായതായി ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. എങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് പോലും ഒരു കുടുംബം ഇവിടെ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ കുടുംബം നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊരു അന്വേഷണം നടത്താത്തത്, അല്ലെങ്കിൽ ഇവരുടെ ദുരിതങ്ങൾ അറിയാതിരുന്നത് ഒരു വലിയ സാമൂഹിക വിപത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ സ്വന്തമായ കിടപ്പാടമില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന, സ്വന്തമായ ഒരു നാട്ടിൽ അസ്തിത്വമില്ലാതെ പോകുന്നവരുടെ ഒരു ആകുലതകൾ തന്നെയാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഗോപി, തീർച്ചയായും മനീഷ്, ഇപ്പോൾ നമ്മൾ അധികാരികളോട് സംസാരിച്ച പോലെ തന്നെ അറിഞ്ഞതിന് ശേഷം 24 മണിക്കൂറും ഞങ്ങൾ അവരെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും വാർഡ് സ്റ്റാൻഡിംഗ് കൗൺസിലാണെങ്കിലും എല്ലാവരും പറയുന്നത്. പക്ഷേ അത് അനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ അറിയാൻ കഴിയുന്നില്ല, ഇവരൊന്നും സഹായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് വലിയ ദുരന്തവും. ആ അമ്മയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം മനീഷിലേക്കും മറ്റുള്ളവരിലേക്കും തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്മയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. മോക്കച്ഛൻ്റെ വയ്യാഴിക ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ കുഞ്ഞിന് സ്വന്തമായിട്ട് വീടില്ല, അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ, പിന്നെ പഠിക്കാൻ മാർഗമില്ല. എൻ്റെ കുഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും മരിച്ചു കഴിയുമ്പോൾ അനാഥാലയത്തിൽ പോകണോ, അതൊക്കെ കുഞ്ഞിന് ഭയങ്കര വിഷമമായിരുന്നു. ആരും ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എല്ലാവരും ആ ബന്ധുക്കൾ പോലും ഞങ്ങളോടൊരു സഹായത്തിനും വരുന്നില്ലായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് സഹായം കിട്ടിയില്ലെങ്കിലും ആരെങ്കിലും ഞങ്ങൾക്കൊന്ന് വിഷമഘട്ടത്തിലൊന്ന് വരുമെങ്കിലും ചെയ്യുവാണ് അത്രയും ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ പോലും ഇല്ലാത്ത കുഞ്ഞിന് ഭയങ്കര വിഷമമായിരുന്നു. ബന്ധുക്കളുടെ ഒന്നും വീടുകളിൽ പോകാൻ പറ്റുന്നില്ല, ആരുമില്ല, സ്വന്തമായിട്ട് ആരുമില്ല, സ്വന്തമായിട്ട് വീട്ടിൽ എല്ലാവർക്കും വിഷമമായിരുന്നു. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോൾ സ്വന്തമായിട്ടൊരു മുറി എനിക്ക് വേണം. അതായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഞങ്ങൾ ഒരുപാട് സഹായത്തിന് ചെയ്തു. എൻ്റെ ചേട്ടൻ്റെ ഈ ചികിത്സയ്ക്ക് വേണ്ടി പിന്നെ പോകാത്ത വഴികളൊന്നുമില്ല.
പിന്നെ എല്ലാവരും ഓരോ പല പല രേഖകൾ വേണം. ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കാരണം ആരും ഒരു സഹായവും ചെയ്യത്തില്ലായിരുന്നു. എല്ലാം തരാം, ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാമെന്നുള്ള ആ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നുമില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഈ കുഞ്ഞിപ്പം എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞങ്ങൾക്ക് സഹായം ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം എൻ്റെ മോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ പോയത്. ഇനിയിപ്പം എൻ്റെ കുഞ്ഞു പോയിട്ട് എനിക്ക് എന്ത് സഹായം കിട്ടിയിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്കിനി തിരിച്ചു കിട്ടത്തില്ലല്ലോ. എന്തോ ഉണ്ടെങ്കിലും എന്നോട് പറയും, കൂട്ടുകാരെ പോലായിരുന്നു എൻ്റെ മോള്. എല്ലാ കാര്യങ്ങളും പറയും. കഴിഞ്ഞ ദിവസം രാവിലെ ബുക്കും തുറന്ന് വെച്ചോണ്ട് അമ്മേ, പിന്നെ ക്രമിസിൻ്റെ പരീക്ഷ ഞാൻ എല്ലാം പഠിച്ചമ്മേ, ഇതെല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചേന്, ഇച്ചിരി കൂടെ പഠിക്കാനുള്ളൂ. അങ്ങനെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ A to Z എന്നോട് വന്ന് കുഞ്ഞു പറയും. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നോട് സോഷ്യലായിട്ട് കൂട്ടുകാരെ പോലെ അവൾ ഇടപെട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളിപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ നേരം ഞങ്ങൾക്ക് പിന്നെ ജോൺ തോമസ് സാറാണ് ഞങ്ങളെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ചേട്ടന് അവരെ സ്കൂളിൽ വിട്ട് 3 പേർക്കൂടെ യൂണിഫോം എടുക്കാനോ ഇതിനൊന്നും മാർഗ്ഗമില്ല, അത് തയ്പ്പിക്കാൻ. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അന്നേരം അദ്ദേഹമാണ് പിന്നെ ഇങ്ങനെ ഞങ്ങളെ സഹായിച്ച് കുഞ്ഞുങ്ങളെ പഠിത്തം ഏറ്റെടുത്ത്. അങ്ങനെ എൻ്റെ മോൻ അന്ന് പരീക്ഷയ്ക്ക് സ്കൂൾ ഫസ്റ്റ് കിട്ടിയപ്പം അവന് ലഡു ഒക്കെ മേടിച്ചുകൊണ്ട് സാറിന് കൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്ത സാറ് ഞങ്ങളെ. പിന്നെ അദ്ദേഹം MLA അടുത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് നല്ല ഇതായിരുന്നു. പുള്ളി ചാരിറ്റി ആയിട്ടൊക്കെ ഇടപെട്ട് സഹായം ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ പുള്ളിയെല്ലാം നമുക്ക് ചെയ്യാൻ തരാം. പക്ഷെ പുള്ളി ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന, അവർ നമുക്കൊന്നും ആ ഒരു രീതിയിൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അവരുടെ പുറകിനിങ്ങനെ നടക്കണം. പുള്ളിക്ക് സുഖമില്ലാത്ത കാരണം വേറെ ആരും ഇല്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിനും പാന്. പുള്ളി തന്നെ അതിന് പോകുകയും എടുക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വയ്യ. മിക്ക ദിവസവും രാവിലെ നെഞ്ചും തിരുമ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നേരത്തെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന അവർ കുറേശ്ശെ സാധനം കൊടുത്തോണ്ട് ഇത് വിറ്റ് പൈസ കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിത ചെലവിന് വേണ്ടിയിട്ടൊരിതുണ്ടായിരിക്കുന്നത് തന്നെ. അപ്പം അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മരുന്നിന് പോലും മാർഗമില്ലാത്ത അവസ്ഥ. എത്രമാത്രം ദാരുണമാണ് അവസ്ഥ എന്ന് അമ്മയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. സഹായമായി പലരുടെ അടുത്ത് പോകുന്നു, പക്ഷേ കിട്ടുന്നില്ല. ഒരർത്ഥത്തിൽ മാധ്യമങ്ങൾ ഞങ്ങളും അതിൽ തെറ്റുകാർ കൂടിയാണ്. ഇത്തരം ഒരു കുടുംബം ഇവിടെ ഉണ്ടെന്നും ആ കുടുംബത്തിന് സുമനസ്സുകളുടെ ശ്രദ്ധ അങ്ങളിലേക്ക് ശ്രദ്ധിക്കാനുള്ള റിപ്പോർട്ടുകളൊന്നും നമ്മൾ മാധ്യമപ്രവർത്തകരും ആ ഘട്ടത്തിൽ ചെയ്തില്ല, ഒരു ജീവൻ പോകുന്നതുവരെ. ആ അർത്ഥത്തിൽ ഞങ്ങളടക്കം ഈ സമൂഹത്തിൽ എല്ലാവരും തന്നെ ആ കുട്ടിയുടെ ജീവന് മുമ്പിൽ സങ്കടവുമുണ്ട്. അനീഷിലേക്ക് ചേരുന്നു. അനീഷ്, പല മേഖലകളിലും പല സ്ഥലങ്ങളിലും ഇവർ സഹായവുമായി ചെന്നു, കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷേ അധികാരികളാണെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു ദുരവസ്ഥയിലെത്തുമ്പോൾ എത്രമാത്രം ഒറ്റപ്പെട്ടു പോകുന്നു നമ്മുടെ ഈ കാലയളവിൽ എന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അനീഷ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് അവിടെ? ബോബി, തീർച്ചയായും ഇത് തന്നെ ഇപ്പോൾ ഒരു സാമൂഹ്യ അവസ്ഥയായി മാറുന്നു. കാരണം തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വീടില്ലാത്ത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ കിടപ്പാടമില്ലാതെ വാടകയ്ക്ക് താമസിക്കേണ്ട ഒരവസ്ഥ വരുന്നു. അതേ കുടുംബത്തിലെ 2 പേർക്ക്, അച്ഛനും അമ്മയ്ക്കും ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾ, ഏത് നിമിഷവും മരിക്കാമെന്ന ഒരു പ്രാണഭയം തന്നെ ഈ 2 പേർക്കും അനുഭവിക്കുന്നു. ഒപ്പം ഈ മരിച്ച പെൺകുട്ടിയുടെ സഹോദരന് വൃക്ക രോഗം മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ സ്വന്തമായി കിടപ്പാടമില്ല, മറ്റു സൗകര്യങ്ങളില്ല, താൻ എന്തിനും ജീവിക്കുന്നു എന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ തന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന അവസ്ഥയിലേക്ക് ഒരു പാവപ്പെട്ട പെൺകുട്ടി, +1 പഠിക്കുന്ന പെൺകുട്ടി എത്തിച്ചെല്ലേണ്ട അവസ്ഥയിലേക്ക്, മറ്റു പ്രശ്നങ്ങൾ മൂലം ഒന്നുമില്ല, പഠനത്തിൽ വളരെ സമൃദ്ധിയായിരുന്ന പെൺകുട്ടിയാണ്. തന്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അനാഥാലയത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പോലും ആലോചിച്ചുകൊണ്ടിരുന്ന 3 കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം. ഈ കുടുംബം തീർച്ചയായും ഇപ്പോൾ നാട്ടുകാരുടെ വേദന ആയി മാറിയിരിക്കുന്നുവെങ്കിൽ പോലും ഇത് കൃത്യസമയത്ത് മനസ്സിലാക്കുന്നതിൽ എല്ലാ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ടായി. അല്ലെങ്കിൽ അയൽപ്പക്കക്കാരുടെ ജീവിതം എങ്ങനെയാണ്, ആ കുടുംബം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ രോഗപീഠകൾ ഏത് തരത്തിലാണ് എന്നൊക്കെ മനസ്സിലാവുന്നതിൽ ഒരു ഗുരുതരമായ പിഴവ് അല്ലെങ്കിൽ സാമൂഹ്യമായ അപജയം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ സംഭവത്തിൽ കൂടി കാണിക്കാൻ കഴിയുന്നത്. ഒപ്പം മൃതദേഹം അടക്കുന്നതിന് പോലും സ്ഥലമില്ലാതിരുന്നിട്ട് ഒരു ദിവസം ഒരു ആശുപത്രി മോർച്ചറിയിൽ ഒരു പെൺകുട്ടിയുടെ ശവശരീരം കേരളത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതും ഏറ്റവും വലിയൊരു അപജയത്തിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കാം. ഇതിനുശേഷമാണ് CPM കരുവാറ്റ ലോക്കൽ കമ്മിറ്റി, ചെറുതന ലോക്കൽ കമ്മിറ്റി തങ്ങളുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ മൃതദേഹം
സംസ്കരിക്കുന്നതിനുള്ള സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി ഓഫീസിന് മുന്നിലാണ് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. പാർട്ടി ഭേദമന്യേ കോൺഗ്രസും BJPയും CPIയും എല്ലാം അടക്കം ഒരു പാർട്ടി ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഒരു അപൂർവമായ ഒരു സംസ്കാര ചടങ്ങിന് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു. നിരവധി ആളുകൾ ഇപ്പോൾ ഈ ചെറുതല ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുൻവശം എത്തിയിരിക്കുന്നു. ഇവിടെ പെൺകുട്ടിക്ക് ചിതയൊരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ തന്നെ കെട്ടിയുയർത്തിരിക്കുന്ന പ്രത്യേക പന്തലിൽ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ആളുകൾക്ക് കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അവസരം നൽകിയിരിക്കുന്നു. അല്പസമയത്തിനകം ഈ മൃത ശരീരം സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും സ്വന്തം വീടോ അല്ലെങ്കിൽ സ്വന്തം മൃതദേഹം മറവ് ചെയ്യുന്നതിന് പോലോ ഒരു സൗകര്യങ്ങൾ കേരളത്തിൽ ഒരു കുടുംബത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ പറ്റാതെ വന്നതിനെ തുടർന്ന് ഒരു ദിവസം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നീ തരത്തിലുള്ള ഖേദകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. ഗോപി, സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യം പുറംലോകം അറിഞ്ഞില്ലെങ്കിലും ഈ ദാരുണമായ അവസ്ഥ അറിഞ്ഞതിന് ശേഷം എല്ലാ പാർട്ടികളും ഒരുമിച്ച് അവരെ സഹായിക്കാനായി കൈത്താങ്ങായി ആ നാട് മുഴുവൻ എത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിലുള്ള ഒരാശ്വാസം.